അയൽവീട്ടിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന 6.25 പവൻ സ്വർണ്ണാഭരണം മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിലാകുമെന്നറിഞ്ഞതോടെ ഓടിയെത്തി കോടതിയിൽ കീഴടങ്ങി. ചന്ദനൂർ സ്വദേശി റസിയാണ് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ അരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് മോഷണം. അരൂർ സ്വദേശിയായ വട്ടത്തറ സേവ്യറിന്റെ വീട്ടിൽ നിന്നാണ് റസിയ സ്വർണം കവർന്നത്. സേവ്യറിന്റെ ഭാര്യ റാണിയുടെ സുഹൃത്തായിരുന്നു റസിയ. സേവ്യറിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തിയാണ് റസിയ സ്വർണം കവർന്നത്. ഫെബ്രുവരി 11-നാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം സേവ്യറും ഭാര്യ റാണിയും അറിയുന്നത്. തുടർന്ന് ഇവർ അരൂർ പോലീസിൽ പരാതി നൽകി. സംശയം തോന്നിയ റസിയയുടെ പേരും പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് റസിയയെ വിളിപ്പിച്ചില്ല. പകരം മക്കളെയും ഭർത്താവിനെയും ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും റാണി ആരോപിച്ചു. വീട്ടിലുള്ളവർ തന്നെയാണ് മോഷണം നടത്തിയതെന്ന് പറഞ്ഞ് പോലീസ് അപമാനിച്ചെന്നും കുടുംബം. എൻ്റെ വീട്ടിൽ നിന്ന് 6.25 പവൻ്റെ പൊന്ന് പോയി. അത് ഞാൻ സങ്കടത്തോടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസുകാർ ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊന്നും ഒരു അറിയിപ്പ് തന്നില്ല. പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചിട്ടതല്ലാണ്ട് എന്നെ കാണാനോ ഇതൊന്നും സമ്മതിച്ചില്ല. സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേനും നിങ്ങൾ പ്രതിനെ കൊണ്ടുവന്നാന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൊണ്ടുവന്നത് അവർ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതിനിടയിൽ എരമല്ലൂരിലെ ഒരു ജ്വല്ലറിയിൽ സ്വർണം വിൽക്കാനായി റസി എത്തിയതാണ് കേസിൽ നിർണായകമായത്. മോഷണം മുതലാണെന്ന് മനസ്സിലാക്കിയ ജ്വല്ലറി ജീവനക്കാർ ഈ വിവരം പോലീസിനെ അറിയിച്ചു. എന്നാൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് തന്നെ റസിയ കോടതിയിൽ കീഴടങ്ങി. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് പ്രതിയിൽ നിന്നും മോഷണം മുതൽ മുഴുവനായും കണ്ടെടുത്തു. 24 ആലപ്പുഴ.